നമസ്കാരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പര്യടനം പൂർത്തിയാക്കി മടങ്ങി. ഇത്തവണത്തെ സന്ദർശനത്തിൽ ഫലസ്തീൻ പ്രശ്നം മുമ്പത്തേക്കാൾ ഉച്ചസ്ഥായിയിൽ മുഴങ്ങിക്കേട്ടു. പക്ഷേ ഇസ്രായേലിന്റെ വംശഹത്യക്ക് അറുതിയില്ല. ട്രംപ് മടങ്ങിയ ഉടനെ ഗസ പിടിച്ചെടുക്കാനുള്ള വലിയ സൈനിക നീക്കം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. ഒറ്റ രാത്രി 100 ഫലസ്തീനികളെ കൊന്നു എന്ന് ആഘോഷിക്കുകയാണ് സയനിസം. 10 ലക്ഷം ഗസക്കാരെ ലിബിയയിലേക്ക് മാറ്റാനുള്ള പദ്ധതി അമേരിക്കക്കുണ്ട് എന്ന വാർത്തകളും പരന്നു. പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിക്കുകയാണ് UK. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. അധികാരത്തിലേറി 100 ദിവസത്തിനകം പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കും എന്നായിരുന്നു ട്രംപിന്റെ വാഗ്ദാനം. പക്ഷേ അത് നടക്കില്ല എന്ന് ട്രംപിനിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഫ്ലോറിഡയിലെ മാറാലോഗയിൽ നടന്ന സ്വകാര്യ യോഗത്തിൽ ഈ നിരാശ ട്രംപ് പങ്കുവച്ചുവെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനെ തുടർന്നായിരുന്നു ഹമാസുമായി US-ന്റെ നേരിട്ടുള്ള ചർച്ച. ഈ ചർച്ചയിൽ US പൗരത്വമുള്ള ബന്ദി ഐഡൻ അലക്സാണ്ടറിനെ വിട്ടയക്കാൻ ഹമാസ് സമ്മതിച്ചു. നെതന്യാഹുവിൻ്റെ കഴിവുകേട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സ്വന്തം നിലക്ക് ഹമാസുമായി ചർച്ച നടത്താൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത് എന്ന് ഇസ്രായേലിലെ പ്രതിപക്ഷം വിമർശിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് പര്യടന സമയത്ത് ദോഹയിൽ ഗസ വെടിനിർത്തൽ ചർച്ചകളും സജീവമായിരുന്നു. ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പുതിയ വെടിനിർത്തൽ പദ്ധതി സമർപ്പിക്കുകയും ചെയ്തു. ഇസ്രായേലി സംഘവും ബന്ദികളുടെ ബന്ധുക്കളും ദോഹയിലെത്തി. പക്ഷേ നെതന്യാഹുവിൻ്റെ കടുംപിടുത്തം എല്ലാം തകർത്തു. ട്രംപ് പോയ ഉടനെ നടപ്പാക്കാനുള്ള ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നെതന്യാഹു അപ്പോൾ. ഓപ്പറേഷൻ ഗിഡിയോൺസ് ചാരിയറ്റ്സ് എന്നു പേരിട്ടാണ് ഗസ പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കം ഇസ്രായേൽ നടത്തുന്നത്. കരനാവിക വ്യോമ മാർഗങ്ങളിലൂടെ ഒന്നിച്ച് ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ. ഓരോ 40 മിനിറ്റിലും ഒരു കുഞ്ഞ് ഗസയിൽ കൊല്ലപ്പെടുന്നു. ഗസ കനത്ത പട്ടിണിയുടെ പിടിയിൽ ആണ് എന്നും അടിയന്തര നടപടികൾ ഉണ്ടായില്ല എങ്കിൽ വൻ ദുരന്തമുണ്ടാകുമെന്നും UN വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്ന ദിനങ്ങളിലാണ് ഇസ്രായേലിൻ്റെ ഈ ക്രൂരത. പോഷകാഹാരക്കുറവ് കാരണം എല്ലും തോലുമായ കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിച്ച ആശുപത്രികൾ വരെ ഇസ്രായേൽ ബോംബിട്ട് തകർക്കുകയാണ്. സിറിയയിലെ HTSന്റെ മേധാവിയും സിറിയൻ പ്രസിഡന്റുമായ ജൗലാനി എന്നറിയപ്പെട്ടിരുന്ന അഹമ്മദ് ഷറ അമേരിക്കയുടെ ഭീകര പട്ടികയിൽ മുൻപന്തിയിലുള്ള വ്യക്തിയായിരുന്നു. ജൗലാനിയുടെ തലയ്ക്ക് അമേരിക്ക വിലയിട്ടത് $10 മില്യൺ. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഷറായിന് കൈക്കൊടുക്കുകയാണ്. അമേരിക്കയ്ക്ക് ഇനി അഹമ്മദ് ഷറ ഭീകരനല്ല. സൗദിയിൽ നടന്ന ഗൾഫ് US ഉച്ചകോടിയിൽ സിറിയയ്ക്കുമേലുള്ള ഉപരോധം നീക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. സിറിയയെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന ശക്തനായ നേതാവ്, ആകർഷണീയനായ യുവാവ് തുടങ്ങിയ വാക്കുകൾ കൊണ്ട് ട്രംപ് അഹമ്മദ് ഷറയിനെ പ്രശംസയിൽ മൂടുക കൂടി ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പുതിയ കുടിയേറ്റ നയം അവതരിപ്പിച്ചിരിക്കുകയാണ്. കുടിയേറ്റ സംവിധാനത്തെ കർശനമായി നിയന്ത്രിക്കുന്നതാണ് പുതിയ നിർദ്ദേശങ്ങൾ. കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കാൻ ജോലിക്കുള്ള അടിസ്ഥാന യോഗ്യതകൾ ഉയർത്തുകയാണ്. വിദ്യാർത്ഥികളുടെ വിസ കാലാവധിയും കുറക്കും. കുടിയേറുന്നവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ആയിരിക്കണം എന്ന നിബന്ധനയുമുണ്ട്. കുടിയേറ്റത്തിനെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന റിഫോം UK പാർട്ടി പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത വിജയം നേടിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ കുടിയേറ്റ നയവുമായി UK പ്രധാനമന്ത്രി എത്തുന്നത്. വേൾഡ് വിത്തസ് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30-നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-നും മീഡിയ 1 TV-യിൽ.